ഹലോ, വീഡിയോ കോളാണ്. ഇതിൻ്റെ പുറം ഞാൻ റൗണ്ട് ചെയ്യാൻ പോകട്ടോ. ശ്രദ്ധിച്ചോളി, ഇങ്ങനെ പോകും. അലയ വീട് 2000-ത്തിലധികം ഏറെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. അലയ വീട് നോക്കിക്കോളി. ഇതിൻ്റെ അടിസ്ഥാനത്ത് അറിയണം കേട്ടോ. ഫ്ലാറ്റ് നിങ്ങൾ ഇതിന് പരമാവധി ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾക്ക് വരാൻ പറ്റിയ നിങ്ങൾ വരിക, ഇത് കാണുക. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ കാണാൻ പറ്റുള്ളൂ. ഞാനിത് കാണുന്നു, എനിക്ക് കാണാൻ യോഗം ഉണ്ടാകുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇത് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ അടുത്ത് വർക്കായതിൻ്റെ പേരിലാണ് എനിക്കിത് കാണാൻ ഇന്ന് ലീവായതിൻ്റെ പേരിൽ ഇത് കാണാൻ എനിക്ക് യോഗം ഉണ്ടായത്. അനവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണ് മക്കളെ. നിങ്ങൾക്കിത് വന്ന് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടാൽ 2000-ലേറെ പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ഈ പറയുന്നത്. നമുക്ക് ഓരോ കൊത്തുപണികളും ഓരോ വിഗ്രഹങ്ങളും ഓരോന്നും നോക്കിക്കൊള്ളി. ഓരോന്നും നോക്കണം മലയാളിയ. ഞാൻ വീഡിയോ എടുക്കുക. ഭയങ്കര പരിപാടി. ഇത് 2000-ന് മേലെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇത് എവിടെ ഉണ്ടല്ലോ ഒന്ന്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വരുന്നു. ബേളൂര്. ഇനി ഒന്നുകൂടി ബേൽവാടി ഉണ്ട്. ഇതിലൊരേ പാറ്റേൺ. സെയിം സംഭവം. എവിടെയാ? ഞാൻ കണ്ണൂര്. ഇവിടെ എവിടെ? ഞാൻ മൈസൂറോ? അവിടെ എന്താ വർക്ക്? ഞാൻ അവിടെ കുറച്ച് ഡിസൈൻ പരിപാടികളായിരുന്നു. എന്തിൻ്റെ? ഫർണിച്ചർ. ഞാനിവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. എവിടെ? ഞാൻ അടൂര്. അല്ല, നിങ്ങൾ പിന്നെ കർണാടകത്തിലല്ല? അല്ലല്ല, നാട്ടിൽ നിന്ന് വന്നിട്ട്. നാട്ടിൽ നിന്ന്. ഒറ്റയ്ക്കുള്ളൂ? അല്ല, ഞങ്ങൾ 3-4 പേരുണ്ട്. അവർ ബംഗാളികളാണ്. ഓല് താഴെ നിൽക്കുകയാണ്. അങ്ങോട്ട് പോകാൻ അവിടെ അവിടെ എന്താ പരിപാടികളെ? അത് പിന്നെ ആർക്കിയോളജിക്കൽ മ്യൂസിയം പോലത്തെ പഴയ സാധനം. ഏതായാലും അവിടെ നിന്ന് പോകും.